ഒരിക്കലെങ്കിലും ഇന്റർവ്യൂ നേരിടാത്തവരായി അധികം പേരുണ്ടാവില്ല. അങ്ങനെ ഒരു ഇന്റർവ്യൂ മിമിക്രി ട്രൂപ്പിലേക്കായാലോ? നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഈ ഇന്റർവ്യൂ നടത്തുന്നത് നമുക്കേവർക്കും പ്രിയപ്പെട്ട കോമഡി കസിൻസ്. എന്ത് ദൈവം ഇത്. എടോ ഹലോ എടോ ഇത്രയും സമയമായിട്ട് ഇന്റർവ്യൂവിന് ആരും വന്നില്ലേ? സാറേ ഇവിടെ ഒരാൾ വന്നിപ്പുണ്ട്. എടോ കടത്തി വിടോ, ഒരാളെങ്കിൽ ഒരാൾ വരട്ടെ. ചൂട് മിമിക്രി ഏ ചൂട് മിമിക്രി എടോ കച്ചവടക്കാരെ കൊടുത്ത് പറഞ്ഞു വിടോ. ചൂട് മിമിക്രി മിമിക്രി നടക്കുന്ന ആക്കരി കച്ചവടക്കാരൊക്കെ. ചൂട് മിമിക്രി ചൂട് മിമിക്രി ആരാണ് ആരാണ്? ഇന്റർവ്യൂവിന് വന്നതാണ്. നീ എന്താ പറഞ്ഞപ്പോ എന്താണ്? ചൂട് മിമിക്രി ചൂട് മിമിക്രി ഉമിക്കിരിയാ? ഉമിക്കിരി അല്ല, മിമിക്രി. മനസ്സിലായില്ല സംഭവം എന്താണത്? മിമിക്രി ഇങ്ങനെ വിറ്റ് ജീവിക്കണ ഒരാളാണ്. മിമിക്രി വിൽക്കാൻ നടക്കണ. അത് ശരി. അത് മിമിക്രി ആർട്ടിസ്റ്റ് തെരഞ്ഞെടുക്കുന്ന ഒരു ഇന്റർവ്യൂ ആണ്. മനസ്സിലായ സംഭവം? അതിനുവേണ്ടി വന്നതാണല്ലോ. അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നാണ്. അതെ. ഓക്കെയാണാ? ഓക്കെയാണ്. നോക്കട്ടെ, നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ നോക്കാൻ പറ്റും. നോക്കട്ടെ. എടാ പറ സാറേ, ഞാൻ ഈ സിനിമാ നടന്മാരെ ശബ്ദമൊക്കെ നന്നായിട്ട് അനുകരിക്കും. നീ വന്ന വഴി തന്നെ പോയിക്കോ. എടാ സിനിമാ നടന്മാരുടെ ശബ്ദമൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ, വെറൈറ്റി വല്ലതും ഉണ്ടാ? വെറൈറ്റി വേണം. എന്നൊരു കാര്യം ചെയ്യാം. സിനിമയിൽ പാട്ട് പാടുന്ന കുറെ ആളുകളുണ്ടല്ലോ, പിന്നണി ഗായകർ. അവരുടെ ശബ്ദത്തിൽ പാട്ട് പാടാം. ആര്? ഞാൻ. നീ പാടുവോ? പാടും. കോൺഫിഡന്റ് ആണോ നീ? കോൺഫിഡൻസ്. നീ പാടിക്കഴിഞ്ഞാൽ നിന്നെ ഈ ട്രൂപ്പിൽ ഞാൻ സെലക്ട് ചെയ്യും. ഉറപ്പാണ്. കലാകാരന്മാരെ ആദരിക്കുന്ന ആളാണ് ഞാൻ. ആണോ? നീ പാടുവോ? ഞാൻ പാടും. ആദ്യം ആരുടെ നീ പാടാൻ പോണ? ആദ്യം തന്നെ അസ്പലിന്റെ ശബ്ദത്തിൽ പാടാം. ആര്? അസ്പൽ. അതുപോലും അറിയാൻ പറ്റും. എടോ വേറെ ആളെ കടത്തി വിട്ടേ. ആരുടെ പറഞ്ഞ നീ? എടാ അഫ്സൽ. അതെ, ആരെങ്കിലും ആയി പോരെ, പാട്ട് പാടിയ പോലെ. എന്റെ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ഏത് പാട്ടാ പാടാൻ പോകുന്നത്? നിനക്കായി. എനിക്കായി. ആർക്കെങ്കിലും ഒറ്റ പാട്ട് കേക്ക്. ഒന്ന് ഇട്ട് കൊടുത്തേ. നിനക്കായി അഫ്സലിന്റെ നിനക്കായി ഇട്ട് കൊടുത്തേ. ഇവൻ എന്താ ചെയ്യാൻ പോണെന്ന് കാട്ടാ. എനിക്കാണ് നീ, നിനക്കാണ് ഞാൻ, ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഈ വാക്കുകൾ. സൂപ്പർ. അഫ്സലായിട്ട് കലക്കേട്ടുണ്ട്. താങ്ക് യു. ഇനി വല്ല വെറൈറ്റി ഉണ്ട്? വെറൈറ്റി കാണിക്കാം. അതിന് മുമ്പ് ഒരു അടിപൊളി കയ്യടിതാ. ഒരു കയ്യടി കൊടുത്തു. താങ്ക് യു. എന്തായാലും കുഴപ്പമില്ല. ഇനി ആരെ പാടാൻ പോകുന്നു? ഇനി മാക്രോസ്. ആരെ? മാക്രോസ് അല്ല മോനെ, മാർക്കോസ്. മാർക്കോസ് അക്ഷര പ്രശ്നം കൊണ്ട് കുഴപ്പമില്ല, ഞാൻ തിരുത്തിക്കോളാം. മാർക്കോസിന് ഏത് പാട്ടാ പാടാൻ പോകുന്നു? മാർക്കോസിന്റെ പൂമാനമേ എന്നിട്ടുണ്ട് മാർക്കോസിന്. എന്താണത് സംഭവം? സാധകം ചെയ്താണ്. തവളയെന്നാണ് വരുന്നത്. അതെ, മാക്രോസ്. പൂമാനമേ ഒരു രാജമേഘം. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇനി വല്ല വെറൈറ്റി ഉണ്ടോ? ഇനി വെറൈറ്റി ആണ്. ഒരു കാര്യം ചെയ്യാം. ജാസി ഫിറ്റിന്റെ പാട്ട് പിടിച്ചോ. ജാസി ഫിറ്റ് അല്ല മോനെ, ജാസി ഗിഫ്റ്റ്. അക്ഷരപ്പിശാശി ഞാൻ ശരിയായിക്കോളാം. ഏത് പാട്ടാ പാടാൻ? ജാസി ഫിറ്റിന്റെ ശബ്ദം എങ്ങനെയാണെന്നറിയോ? എങ്ങനെയാണ് ജാസി ഫിറ്റിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ നമ്മുടെ എരുമയുടെ ശബ്ദത്തിന് കേട്ടില്ലേ? എരുമയുടെ ശബ്ദം കേട്ടല്ലേ? അതുപോലെ തന്നെ ജാസി ഗിഫ്റ്റിന്റെ അന്നക്കിളി. അന്നക്കിളി ഇട്ടു. അന്നക്കിളി നീ എന്നിലെ വർണ്ണക്കനവേറി വന്നു, കന്നിക്കിളി നീ എന്നിൽ പൊന്തൂമൽ വീശിരുന്നു. സൂപ്പർ. നമ്മുടെ ഈ ഉദിത് നാരായണന്റെ ശബ്ദം പിടിച്ചു. ഉദിത് നാരായൺ ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്ക് പാടുന്ന. അതെ. ദിലീപിന്റെ പടത്തിലേക്ക് പാടുന്ന. ഏത് പാട്ടാ പാടാൻ പോകുന്നത്? മറ്റേ മുന്തിരിപ്പാടം. മുന്തിരിപ്പാടം. ഉദിത് നാരായണന്റെ പാട്ടിട്ടൂടെ? മുന്തിരിപ്പാടം പോട്ട് നിൽക്കണം കഴിഞ്ഞോ? ഇനി വേണം പറയട്ടെ. അദിനാൻ സാമിയുടെ. അദിനാൻ സാമിയുടെ ശബ്ദം എങ്ങനെയാണ്? അതെ, ശബ്ദം എന്ന് പറഞ്ഞല്ലേ എടുക്കണെങ്ങനെ പറയാ, മധുവിന്റെ ശബ്ദം പോലെ. സിനിമാ താരം മധു. രൂപമൊക്കെ അതുപോലെ തന്നെ. മധുവിന്റെ ശബ്ദം കേട്ടല്ലേ? കഴുത്തമ്മ പോയ ഞാൻ ഈ കടപ്പുറത്ത് ഗാനമേള നടത്തി മരിക്കും. അത് ചെറിയ വ്യത്യാസം പറ്റിയ മതി. എന്നാ അദിനാൻ സാമിയുടെ ഒരു പാട്ടിട്ടൂടെ? You are selected in my troop. Thank you. Okay. പോലെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒന്ന് എടുത്തു വന്നേ. അല്ല, ഞാൻ എന്തായാലും ഇപ്പൊ ട്രൂപ്പിലേക്ക് എടുത്തിരിക്കുകയാണല്ലോ. അതെ. അപ്പൊ ഒരു പ്രത്യുപകാരം എന്ന നിലയ്ക്ക് 2 നമ്പർ എനിക്കൊന്ന് പഠിപ്പിച്ചു. ഞാൻ മിമിക്രി പഠിപ്പിച്ചു കൊടുക്കാം. 2 മിമിക്രി. വേറെ ഒന്നല്ല, ഇവിടെ മിമിക്രി ആർട്ടിസ്റ്റ് ഭയങ്കര ജാടയാണ്. ഇവനൊക്കെ ഒരു ദിവസം സ്റ്റേജിൽ വന്നില്ലെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. അതെ, ഒരു 2 നമ്പർ. ഓക്കെ. വന്ന സ്ഥിതിക്ക് പഠിപ്പിച്ചു തരാം. ആരുടെ ശബ്ദമാണ് പഠിക്കണ്ടേ? എനിക്ക് മോഹൻലാൽ. മോഹൻലാൽ പറ്റൂലേ? എന്നാ വേറെ ആരെങ്കിലും മതി. നിസ്സാര സംഭവങ്ങൾ മക്കളെ എല്ലാരും പഠിച്ചോളാം. മോഹൻലാൽ എടുക്കാൻ നിസ്സാര സംഭവം. ഒരു കാര്യം ചെയ്യ്, ബക്കറ്റും വെള്ളം എടുത്തോണ്ട് വാ. ബക്കറ്റും വെള്ളമൊക്കെ ബാത്റൂമിലുണ്ട്. കാര്യം കഴിഞ്ഞിട്ട് വന്നാൽ ഞാൻ വെയിറ്റ് ചെയ്തോളാം. അതിനല്ല, മോഹൻലാൽ എടുക്കാൻ പഠിക്കണോ? എന്നാ പോയി ബക്കറ്റും വെള്ളം എടുത്തോണ്ട് വാ. അതിനെന്തിനാ ബക്കറ്റും വെള്ളം? പോയി എടുത്തോ. ആദ്യം ഗുരു പറയുന്ന ആദ്യം അനുസരിക്കൂ. എന്റെ മോഹൻലാൽ എടുക്കാൻ പറഞ്ഞ ബക്കറ്റും വെള്ളം എടുക്കാൻ പറ്റും. അപ്പൊ അവിടെ പമ്മിപ്പമ്മി നിൽക്കണ്. നിസ്സാര കാര്യം, എല്ലാവരും ശ്രദ്ധിച്ചോളണം കേട്ടാ. വെക്കപ്പാ, വന്നില്ലേ ഇത് ബക്കറ്റ്? അതെ, പഠിച്ചു.
സംഭവം മോഹൻലാലി വന്നത് ആരാ വന്നെ മോഹൻലാലി മോഹൻലാലിന് ഇപ്പൊ നിൽക്കണ ഇവിടെ ഞാൻ മോഹൻലാലായിരുന്ന അത് കണ്ടില്ലേ ഇങ്ങനെ ശരിയല്ല. ഇനി മറ്റേ കൈ ഇങ്ങനെ കോച്ചുവാദം വന്നത് ഇങ്ങോട്ട് ഏത് മറ്റേ കൈ ഈ കയ്യാ ആ, ഇങ്ങോട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ 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 പിടി ഇങ്ങനെ ആ നിക്കുന്നില്ലേ ഇരിക്കുന്നില്ല. പണിയുണ്ട് പണിയുണ്ട്. ശ്ശെ, എന്റെ ദൈവം, ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് മോഹൻലാലാ. ആ മൊബൈൽ കളയരുത്. ആ ഇപ്പൊ കറക്റ്റ് ആട്ടാ. ഓക്കെ. ഇനിയിപ്പോ മുഖം 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 എന്ത് ചെയ്യണം? ഹൻസോ തമ്പാക്കോ വല്ലോ ഹാൻസന്റെ പോക്കറ്റ് കിടപ്പുണ്ട്. കറക്റ്റ് ഒരു ഹൻസ് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണം? ഇത് കണ്ടോ ഇങ്ങനെ എടുത്തിട്ട് ചുണ്ടി ചുണ്ടി കാണിക്കുക. കണ്ടാ ഇപ്പൊ കറക്റ്റ് ഫിഗറാണ്, കറക്റ്റ് മോഹൻലാലാണ്. ഒന്ന് നടന്നിട്ട് വന്നേ, നടന്നു വാ. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? വാ വാ വാ. ഇനി ശബ്ദം ഇനി ശബ്ദം ശബ്ദം പിടിക്കുന്ന നിസ്സാര സംഭവം എങ്ങനെയാണ്? പറഞ്ഞാൽ ഈ പാമ്പ് തവളനെ പിടിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടണ്ട. എങ്ങനെ? ഇത് നിസ്സാര സംഭവമുള്ളൂ. അതായത് മോഹൻലാൽ പഠിക്കുന്ന ഒരു ബക്കറ്റ് വെള്ളം, മൊബൈൽ ഫോൺ, ഹാൻഡ്സ്. ഞാൻ പ്രാക്ടീസ് ചെയ്തോളാം. എന്റെ ദൈവം, ഇനി വല്ല മമ്മൂട്ടിനെ പഠിക്കാൻ പറ്റുമോ? ഇനി മമ്മൂട്ടിനെ പഠിക്കണം. നിസ്സാര സംഭവമല്ലേ ഉള്ളൂ. എന്ത് ചെയ്യണം? ഒരു കാര്യം ചെയ്യൂ, മമ്മൂട്ടി നടക്കണമെങ്കിൽ അറിയാം. മമ്മൂട്ടിനെ നടക്കണം മാത്രം അതൊന്ന് കാണിച്ച്. വേറെ ഒന്നും അറിയില്ല. അത് കാണിക്കേ. ഓക്കെ. കാണിക്കേ. ഹലോ, ഇതെന്താണിത്? ഈ ബിവറേജ് കൂടുന്ന സമയത്ത് സാധനം മേടിക്കാൻ പോണല്ലോ. ശരിയായില്ലേ? അങ്ങനെയല്ല മമ്മൂട്ടി നടക്കണത്. മമ്മൂട്ടി നടക്കുന്നത് ഞാൻ കാണിച്ചത്. നമുക്ക് ദൈവം 2 ഷൂ തന്നിട്ടില്ലേ? ഒരു ഷൂ നമ്മൾ ഉപേക്ഷിക്കാം. ഒരു ഷൂ വേണ്ടേ മമ്മൂട്ടിക്ക്? നോക്കിക്കോണം. എങ്ങനെ? മമ്മൂട്ടിക്ക് ഒരു ഷൂ വേണ്ട. ഒരു ഷൂ വേണ്ട മമ്മൂട്ടിക്ക്. പിന്നെ മുഖം നമ്മളെ ഈ പിലോപ്പി വെള്ളം കുടിക്കാൻ പോലെങ്കിൽ പിടിച്ചോളാം. ആ മീൻ വെള്ളം കുടിക്കണമല്ലേ? വേണ്ടാ, ഇങ്ങനെ പിടിച്ചോളാം. പിന്നെ കൈ ഇങ്ങനെ നന്നായിട്ട് കുത്തണം. നല്ലതാണ്. എങ്ങനെ? എന്താണെന്നറിയോ? വേറെ ഒരു പണി കിട്ടിയെങ്കിൽ അവസാനം കൽപ്പണിക്ക് പോവാ. സിമെന്റും മിനറലും കൂടി ചേർത്തിട്ട് മറ്റേ കൊലശ്ശേരി വേണ്ട. അപ്പൊ അതുകൊണ്ട് ഒരു ഉപകാരമുണ്ട്. പല ഉപകാരങ്ങളുണ്ട്. നിസ്സാര സംഭവം നിസ്സാര സിമ്പിൾ. ഇനി ബാലചന്ദ്രമേനോനെ പഠിക്കാൻ പറ്റും. ബാലചന്ദ്രമേനോൻ കഥാ തിരക്കഥ സംഭാഷണ സംവിധാനം ഒറ്റയ്ക്കാണ് ബാലചന്ദ്രമേനോൻ. നിസ്സാരല്ലേ ഉള്ളൂ. എന്ത് ചെയ്യണം? നമ്മൾ ഉദാഹരണമായിട്ട് നമ്മളൊരു ബസ് സ്റ്റാൻഡിൽ ബസ് കയറാൻ നിൽക്കുന്നു. ബസ് സ്റ്റാൻഡിൽ ബസ് കയറാൻ നിൽക്കുന്നു. പെട്ടെന്ന് നമ്മുടെ നടുവൊന്ന് വിലക്കി. അയ്യോ, അങ്ങനെ നെഞ്ചത്ത് രോമം ഉണ്ടാ? എന്താ ഇഷ്ടം പോലെ രോമുണ്ട്. ചുമ്മാ ഇങ്ങനെ തടവിക്കൊണ്ടിരുന്നു. തടയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇരുന്നില്ലേ? ഇനി നമ്മുടെ വീട്ടിൽ കറണ്ടിന്റെ ബില്ല് വരുമ്പോ നമ്മുടെ കണ്ണ് എങ്ങനെ ഇരിക്കും? കണ്ണ് തള്ളിപ്പോവും. ഇങ്ങനെ ഇരിക്കും. അങ്ങനെ പിടിച്ചോ. ബില്ല് കണ്ടു, കണ്ണല്ലേ? ബില്ല് കണ്ടു. എന്നിട്ട് ഞാൻ മേലേലി താഴെ പൂച്ച എന്ന് പറയുമ്പോ മേലേക്കും താഴേക്കും നോക്കണം. ഓക്കെ 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 ഓക്കെ. മേലേലി താഴെ പൂച്ച, മേലേലി താഴെ പൂച്ച, മേലേലി താഴെ പൂച്ച. അത്രേ ഉള്ളൂ. സിമ്പിൾ. ഓക്കെ. നിസ്സാര സംഭവം. നിസ്സാര സംഭവം. ഞാനിത് ഭയങ്കര പ്രയാസം പറഞ്ഞിരിക്കുന്ന സംഭവം മനസ്സിലായില്ലേ? ഇനി എന്താ പഠിക്കേണ്ട പറഞ്ഞു? ഇനി എനിക്കിപ്പോ ശബ്ദത്തിന്റെ എന്തെങ്കിലും സംഭവം പഠിപ്പിക്കും. ശബ്ദത്തിന്റെ ആരുടെ ശബ്ദം പഠിക്കണം? എനിക്ക് ലാലു ലക്സിന്റെ ശബ്ദം ഒന്ന് പഠിക്കും. ലാലു ലക്സിന്റെ വെറൈറ്റി ശബ്ദമാണ്. അദ്ദേഹത്തിന്റെ ശബ്ദം പഠിക്കാൻ സ്മോൾ അടിക്കാറുണ്ടോ? സ്മോൾ അടിച്ച് ഇന്നലെ വാളും വെച്ച്. എങ്ങനെ വാള് വെച്ചത്? അത്രേ ഉള്ളൂ. അത് തന്നെ കറക്റ്റ്. എടോ, വാള് വെച്ചാൽ അലക്സ് ആണ്. പേഴ്സണായിട്ട് പറയൂ. എല്ലാ പിറവത്തുകാർക്കും അറിയാതെ വാള് വെച്ചാൽ അലക്സ്. ഇനി എല്ലാവരും ചോദിക്കാറുണ്ട്, ഈ അമരത്തിലെ അശോകന് എടുക്കാൻ പറ്റും? അമരത്തിൽ അശോകൻ. അശോകൻ നിസ്സാരേ ഉള്ളൂ. എങ്ങനെയാണ്? പട്ടി ഉച്ചക്കിടന്ന് ഉറങ്ങണുണ്ടോ? എങ്ങനെയാണ്? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ശ്രദ്ധിക്കണ്ടേ? മിമിക്രിക്കാരെന്ന് പറഞ്ഞ് നടന്നിട്ട് പട്ടി ഉച്ചക്ക് തിങ്ങിടന്ന് ഉറങ്ങും. എങ്ങനെ? അപ്പൊ ആരെങ്കിലും ശല്യപ്പെടുത്തി? ഞാൻ ശല്യപ്പെടുത്തി. ഓക്കെ. പോട്ടി ഓടുന്നു. ഇത് അശോകനായത് എങ്ങനെയാണ്? അങ്ങനെ തന്നെയാണ് അശോകൻ. എങ്ങനെ? അശോകൻ പഠിക്കണ ഉച്ചക്കിടന്ന് പറയുന്ന പട്ടിനെ ശ്രദ്ധിച്ചാൽ മതി, മാത്രം മതി. ഇനിയിപ്പോ ചില ആൾക്കാർ ചോദിക്കേണ്ടി മരിച്ചുപോയ നടവ് ഏതെങ്കിലും ഒരു പഴയ നടനെ. ഒരു കാര്യം ചെയ്യാം. എൻ പിള്ള സ്കൂട്ടർ ഉണ്ടോ? സ്കൂട്ടർ കൊണ്ടുകൊണ്ട് എടുക്കണോ? എടുക്കണ്ട. സ്കൂട്ടർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ശബ്ദം എളുപ്പമായിട്ട് പഠിക്കാം. അതെങ്ങനെയാണ്? എടോ, ഈ അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടുണ്ടോ? എന്തൊക്കെയാടോ ഞാൻ മറക്കുന്നത്? എൻ്റെ ലക്ഷ്മി, ഈ വലിയ മഹാലക്ഷ്മി ഈ ഉമ്രത്ത് കിടന്ന് പടഞ്ഞാടോ മരിച്ചത്. അത് ഞാൻ മറക്കണോ? എടോ പറയടോ. നിസ്സാരേ ഉള്ളൂ. പിന്നെ രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന്റെ ഫിഗർ ചെയ്യണം. രൂപം ഉണ്ടാക്കണം. അത് ഭയങ്കര പണിയാണല്ലേ? ഒരു പണിയില്ല. എനിക്ക് വല്ലതും ചെയ്യാൻ നോക്കട്ടെ.
മുരളിയുടെ കറക്റ്റ് ഫിഗർ ഞാൻ ചെയ്തിട്ടുണ്ട്. ലീഡറിന്റെ മോൻ മുരളീധരൻ. മുരളിയുടെ കറക്റ്റ് ഫിഗർ എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ പോലെ അങ്ങോട്ട് കേട്ടാ മാത്രം മതി. ഞാൻ ചെയ്യും. എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞ കേക്കോ. അതിന് വെള്ളം മുണ്ട് കൊടുക്കും. വെള്ളം മുണ്ട് കൊടുക്കണം. വെള്ളം മുണ്ട് കൊടുക്കണം അല്ലേ? വെള്ളം മുണ്ട് കൊടുത്തു. നീ എന്ത് ചെയ്യണം? വെള്ളം മുണ്ട് കൊടുത്തോ? എന്നൊരു കാര്യം ചെയ്യൂ. തല നന്നായിട്ട് നനക്കൂ. തല നനക്കണം. നനച്ചോ? അതിനുശേഷം 2 ചീപ്പ് എടുക്കുക, 2 സൈഡിലേക്ക് വാരുക. ഓക്കെ. ഇരുവശങ്ങളിലേക്ക് വാരി വെക്കാം. ശിവയോ ഇനി എന്ത് ചെയ്യണം? ഇത് നമ്മള് മീശയുടെ 2 ഭാഗവും കളയുക. മീശയുടെ 2 ഭാഗം കളയാം. 2 ഭാഗം കളയാ. എപ്പ കളഞ്ഞു ചോദിച്ചാൽ മതി. മീശയുടെ 2 ഭാഗം കളഞ്ഞോട്ടാ. കളഞ്ഞോ? ആണെങ്കിൽ പിരികം കളഞ്ഞോ? പിരിയം കളഞ്ഞോ? പിരികം മുഴുവൻ കളഞ്ഞോ? അപ്പൊ ആളറിയൂല. എന്ത് തോന്നിയ ദിവസം നമുക്ക് കാണിക്കാം. ആണോ? ഓക്കെ. പിരിയം കളഞ്ഞു. കളഞ്ഞോ? പിരിയം കളഞ്ഞു. മീശയും കളഞ്ഞു. ഞാനായ പല്ലിന്റെ വിടവ് പിന്നെ ആരും ഒന്നും പല്ലിന്റെ വിടവാ. അതിന് കത്തി എടുക്കണോ? കാണിച്ചു തരാം. കത്തി ഒന്നും എടുക്കണ്ട. നിസ്സാര പണിയുള്ളൂ. ഇങ്ങനെ പിടി. എലി കുന്നല് ഉണ്ടോ അല്ലേ? ഇങ്ങനെ പിടി. പിടിച്ചാ. ഷോളറിനോ അല്ലേ? കണ്ട, ഇനിയിപ്പോ ഒറ്റ കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി. അച്ഛൻ പറയുന്നത് മാത്രം അനുസരിക്കുക. സാറേ, എനിക്ക് അദ്ദേഹത്തിന്റെ രൂപം വന്നപ്പോഴേ എന്റെ കൈ തരിക്കണം. എന്തിനു വേണ്ടി തരിക്കുന്നു? ഞാൻ ചെയ്തോട്ടെ. അത് ചെയ്യൂ. ഞാൻ ചെയ്യും. ചെയ്യണം.